ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം പ്രതിയാകുന്നത് എങ്ങനെയെന്നാണ് എ പത്മകുമാർ കോടതിയിൽ ചോദിച്ചത്. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താൻ മാറ്റി. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് തിരുത്തിയത്. കൊല്ലം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് പത്മകുമാറിന്റെ വാദങ്ങൾ. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, താൻ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുക എന്നുള്ള പത്മകുമാറിന്റെ ചോദ്യം പ്രസക്തമാണ്. കാരണം അത് പിച്ചള എന്ന് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെമ്പ് കൊണ്ടാണ് അതിന്റെ അടിസ്ഥാനമായി കാര്യങ്ങൾ ഉണ്ടാക്കിയതെന്നുകൊണ്ട് തിരുത്തി എഴുതിയതാണ് എന്നുള്ള ഒരു വാദം കൂടിയാണ് പത്മകുമാർ കോടതിയിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം അത് തന്നിൽ മാത്രം എത്തിയാൽ പോരാ, മറ്റ് ബോർഡ് അംഗങ്ങൾ കൂടി കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്തൊക്കെയാണ് ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറയുന്നത്? ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് 2019 ബോർഡാണ്. ആ ബോർഡ് പ്രസിഡന്റാണ് എ പത്മകുമാർ. 2 ബോർഡ് അംഗങ്ങൾ കൂടിയുണ്ട്, കെ പി ശങ്കർദാസും എൻ വിജയകുമാറും. ഈ 2 പേരെയും ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് പത്മകുമാറിന് മാത്രമാണ്. പത്മകുമാർ മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ 2 അംഗങ്ങളുടെയും വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് എ പത്മകുമാർ. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം, ഇത് ബോർഡ് കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണ്, താൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമല്ല എന്ന് പറയുന്നു. അന്ന് ഈ ഉദ്യോഗസ്ഥർ പിച്ചള എന്നാണ് എഴുതുന്നത്. പിച്ചള എന്ന് എഴുതിയതിനു ശേഷം അത് ചെമ്പിൽ തയ്യാറാക്കിയതായതുകൊണ്ട്, അതിൽ ചെമ്പ് കൂടെ ഉള്ളതുകൊണ്ട് ചെമ്പ് എന്ന് എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചത് താനാണെന്നാണ് പറയുന്നത്. ഇക്കാര്യം അതിലെന്തെങ്കിലും പിശകുണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ അംഗങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന്റെ വസ്തുത അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. പക്ഷേ പത്മകുമാർ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. കാരണം നേരത്തെ തന്നെ ചില മൊഴികൾ പത്മകുമാറിനെതിരെ വന്നിരുന്നു. അത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളായി തന്നെ പിന്നീടും ആ റിപ്പോർട്ടുകളിലൊക്കെ പലപ്പോഴും വരികയും ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞിരുന്നെന്ന് പറയുന്നത്, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ശുപാർശ നൽകുന്നത് അത് പത്മകുമാറിന്റെ കൈവശമാണ്. പത്മകുമാർ അത് നേരിട്ട് ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് ഈ 2 അംഗങ്ങളും ശങ്കരദാസും അതോടൊപ്പം തന്നെ എൻ വിജയകുമാറും ഇതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. അതിനുശേഷമാണ് അവർ പറയുന്നത്, നിങ്ങൾ അങ്ങനെ കൊടുത്തു വിടാനാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലേക്കാണ് പിന്നെ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് നടത്തുകയാണ് അന്വേഷണ സംഘം.